അടുത്ത മമ്മൂക്കട വണ്ടിയാ 369. ഇതിന് മോഹവിലയാണ്. വില ഇത് 99 മോഡൽ വണ്ടിയാണ്. സ്കോർപിയോ എത്ര രൂപയാണ് വണ്ടി വില? ഇത് 165 ചോദ്യം. അപ്പോൾ ഹലോ മച്ചാണ്. അപ്പോൾ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ GT കാനയിലാണ്. ഇത് സ്ഥലം നഗരൂരാണ്. നഗരൂർ നമ്മൾ ആറ്റിങ്ങൽ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. അപ്പം കുറച്ച് കൂടിയ വണ്ടികളും കുറച്ച് കുറച്ച് തേടി കിടക്കുന്ന കുറച്ച് വണ്ടികളുണ്ട്. 2012 മോഡലാണ്. 12 മോഡൽ. ഇത് ആസ്കിംഗ് പ്രൈസ് 1.15 ഉള്ളൂ. 1.15. അപ്പോൾ മലയാളി നമ്മളെ ഷോപ്പിനെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ നഗരൂർ എന്ന് പറയും. നഗരൂർ. ആറ്റിങ്ങിൽ നിന്ന് വരണമെങ്കിൽ ആലങ്കോട് നിന്ന് റൈറ്റ്. കിളിമാനെന്നാണെങ്കിൽ റൈറ്റ് ആണ്. അതായത് പ്രോപ്പർ നഗരൂരാണ്. പ്രോപ്പർ നഗരൂർ തന്നെയാണ്. നഗരൂരിൽ 50 മീറ്റർ. അതായത് നഗരൂരിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഓഡിറ്റോറിയം. അതെ, ക്രിസ്റ്റൽ ഓഡിറ്റോറിയം. അത് കഴിഞ്ഞ് കുറച്ച് മെയിൻ ജംഗ്ഷൻ ആവും. ഇത് 2009 മോഡലാണ്. 2009 ആൾട്ടോ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 29 ലാസ്റ്റ് പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് ആണോ? ഇൻഷുറൻസ് കഴിഞ്ഞ ഇടയ്ക്ക് പുതിയ എടുത്തു കൊടുക്കും. കുഴപ്പമില്ല. ഇത് 2009 മോഡൽ. ഫിനാൻസ് കിട്ടത്തില്ലല്ലോ? ഫിനാൻസ് കിട്ടത്തില്ല. അപ്പം നമ്മളെ വണ്ടിയുടെ വില എത്ര രൂപ? ഇത് ആസ്കിംഗ് പ്രൈസ് 1.5 ആണ്. 1.5 നെഗോഷ്യബിൾ ആണ്. ചെയ്ത് കൊടുക്കും, എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമല്ലോ. ഇത് 2011 മോഡലാണ്. 2011. ഇത് കിലോമീറ്റർ 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അടുത്ത വർഷം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഓഗസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. നിലവിൽ വണ്ടിയാണ്. നിലവിൽ എല്ലാ പേപ്പറും കറണ്ട് കിടക്കില്ല. ടെസ്റ്റിനുള്ള പണിയെല്ലാം ചെയ്തിട്ടേക്കണം. അത്യാവശ്യം എല്ലാം ഒന്ന് പോളിഷ് ചെയ്യണം. ചെറിയ പണികളുണ്ട്. അടുത്ത വർഷം ലാസ്റ്റ് അല്ലേ? ചെറിയ പണിയുണ്ട്. ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം പാച്ചർക്കൊന്നുമില്ല. പാച്ചർക്കെല്ലാം കഴിഞ്ഞ് ഇടയ്ക്കാണ്. ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1.28 ആണ്. 1.28. നമ്മളെ മോഡൽ ഏതായാലും 2011 ഓഗസ്റ്റ് ഉണ്ട്. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് 1 ലക്ഷം രൂപ കിട്ടും. 1 ലക്ഷം രൂപ കിട്ടും. അപ്പൊ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ എടുക്കാം. ആരെ ചാവി കിട്ടും വരച്ചെന്റെ അതുമല്ല അടുത്ത വർഷം ടെസ്റ്റ്. ആ സമയത്ത് എന്തായാലും നമ്മൾ ഒന്ന് ഓടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പം അടുത്തൊരു ഇന്നോവ. ഏത് മോഡലാണ്? ഇത് 2014 റീ വണ്ടി കേരള ആക്കിയതാണ്. കൊള്ളാല്ലേ വണ്ടി? വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1.30 ഓടി. 1.30 ഓടി. ഓണർ എത്രയാണ്? ഓണർ 4. റീ വണ്ടി. അതിന്റെ പക്ഷേ കണ്ടാ പറയില്ല കേട്ടോ. ഇല്ല, വണ്ടി പക്ക വണ്ടിയാണ്. സിംഗിൾ റീപ്ലേസ്മെന്റ് ഇല്ല. പക്കയാണ്. 14 മോഡൽ. 2014 മോഡൽ. ഇന്ത്യയിലൊക്കെ കൊള്ളാം കേട്ടോ. സൂപ്പർ. വി ഓപ്ഷൻ ആണ്. വി ഓപ്ഷൻ ആക്കിയതാണ്. അപ്പം എത്ര ചോദിക്കുന്നതാണ് വണ്ടി വില? ഇത് 8.5 ചോദ്യം 8.5 ചോദിക്കുന്നത്. ഫിനാൻസ് കയറും? ഫിനാൻസ് കയറും. ഒരു 5 ലക്ഷം രൂപയ്ക്കകത്തൊരു ഫിനാൻസ് കയറും. 14 മോഡൽ ആയതുകൊണ്ട് റീ വണ്ടി ആയതുകൊണ്ട് അത്രേ കയറത്തുള്ളൂ. ഒറിജിനൽ ആയിരുന്നെങ്കിൽ 8 വരെയൊക്കെ കയറിയാണ്. 8.5 ചോദിക്കുന്നുണ്ട്. 8 ചോദിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് കിടക്കില്ല. അടുത്തത് ഒരു പുലിക്കുട്ടിയാണല്ലേ? ഏതാണ് മോഡൽ? ഇത് 2007 മോഡൽ. 7 ലാസ്റ്റ് ആണ്. ഇതും നിലവില് പേപ്പർ ഭാഗങ്ങളെല്ലാം കറണ്ടാണ്. ഇൻഷുറൻസ് എനിക്ക് 9 മാസം വരെ എന്തോ ഉണ്ട്. ഇത് 1.43 എന്തോ ഓടിയിട്ടുണ്ട്. വണ്ടി പണിതിട്ടുണ്ട് നല്ലപോലെ. വണ്ടി അത്യാവശ്യം കുറച്ച് പണി കുറച്ച് അലോയ്സ് ഒക്കെ നമ്മൾ അഡീഷണൽ കയറ്റിയിട്ടുണ്ട്. ടയർ 80% അല്ല, ഒരു ഏകദേശം 3/4 അരേ ഉള്ളൂ. അരക്ക് താഴെ ഫ്രണ്ട്. ബാക്ക് അരക്ക് മേലുണ്ട്. ബാക്ക് ഉണ്ട് കേട്ടോ. ആകെ എടുത്തു പറയാൻ കംപ്ലൈന്റ് എന്ന് പറയാൻ ഇത് മാത്രം. ചെറിയ വർക്കുകളുണ്ട് വണ്ടിക്കകം. സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്ത് ഇത് സ്കോർപിയോ. എത്ര രൂപയാണ് വണ്ടി വില? ഇത് 1.65 ചോദ്യം. 1.60. ഇത് സ്കോർപിയോ ഏതാണ് മോഡൽ വരുന്നത്? SLX. അങ്ങനെ SLX. അത് തന്നെ SLX. ഇത് നമുക്ക് 2007 ഫിനാൻസ് കയറത്തില്ലല്ലോ? ഫിനാൻസിന് കയറത്തില്ല. 1.65 ചോദ്യം. 1.65 ചോദ്യം. കസ്റ്റമർ കുറച്ച് കൊടുക്കും. ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കും. ആ മോഡൽ വിലയ്ക്ക് അതിനുള്ള പ്രൈസ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. വലിയ ചോദിക്കുന്നില്ല. ഓക്കെ. ഇത് ഏതാണ്? ഇത് 2011 മോഡലാണ്. 11 മോഡൽ. ഷെവർലെ ഒപ്ട്ര. ഈ ഒപ്ട്ര എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അലോയാണ് ഓർമ്മ വരുന്നത്. നമ്മളെ സെല്ലിലിടാനായിട്ട് ഒപ്ട്ര. അന്നത്തെ കൂടി വണ്ടിയാണല്ലേ? വണ്ടി അന്നത്തെ നല്ല ലക്ഷറി വണ്ടിയാണ്. അന്നത്തെ ലക്ഷറി വണ്ടിയാണ്. പിന്നെ ഈ സ്പെയറിന്റെ വിലയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ആരും പെട്ടെന്ന് കൈ വെക്കാത്തത്. പക്ഷെ വണ്ടിയൊക്കെ ഡ്രൈവിന് ബെസ്റ്റ് വണ്ടിയാണ്. സൂപ്പർ വണ്ടിയില്. നല്ല വണ്ടിയാണ്. ഡീസലാണല്ലോ? ഇത് ഡീസലാണ്.
എനിക്ക് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. ആ വില ചോദിക്കുന്നുള്ളൂ. എത്ര രൂപ? 90 ചോദ്യമുള്ളൂ. 90 രൂപ ചോദിക്കും. വണ്ടി മോഡൽ ഏതാണ്? 2011 7 മാസം 8 മാസം മോഡൽ. 8 മാസം. അപ്പൊ ടെസ്റ്റ് ടെസ്റ്റും അടുത്ത വർഷം ടെസ്റ്റ് ഉള്ളൂ. ടെസ്റ്റ് പിന്നെ പഠിക്കാനൊക്കെ ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഠിക്കാനൊക്കെ ഒന്ന് ചോദിക്കുമല്ലോ. ചോദിക്കാനായിട്ട് അപ്പം ഒരു വിലയ്ക്ക് നമ്മൾ കൊടുക്കും. പഠിച്ചു കഴിയുമ്പോൾ ഒരു വിലയ്ക്ക് നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ നമ്മൾ തിരിച്ചെടുക്കും. ആ ഒരു തന്നെ കൊടുക്കുമല്ലോ. കൊടുക്കും. ഓക്കെ. ഇത് 2012 മോഡലാണ്. ഫോർഡ് ഫിഗോ. 12 മോഡൽ. അത്യാവശ്യം മോഡലും ഉണ്ട്, അല്ല ലുക്കും ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ്. അലവിൻ ടയറെല്ലാം ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം സെപ്പറേറ്റ് ചെയ്തൊക്കെ ചെയ്തതാണ്. കളറിനോട് ചേരുന്നുണ്ട്. 2012 അല്ലേ? 12 മോഡൽ. ഡീസലാണോ പെട്രോളാണോ? ഡീസലാണ്. ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ മുകളിലായില്ലേ? 1.25 മേലായി. 1.25 മുകളിലായി. പക്ഷേ നീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വണ്ടി കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോയും AC പവർ സ്റ്റിയറിംഗ്, AC പവർ സ്റ്റിയറിംഗ്, പവർ ബ്രേക്കും വരും. എത്ര രൂപ വണ്ടി വില? ഇത് 1.10. 1.10. പക്ഷേ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ ഇതിൽ നിന്ന് കാണാൻ ഒരു രക്ഷയില്ല കിടക്കാൻ. നേരിയ കാണാൻ 1.10. നമ്മളെ ഫിനാൻസ് കിട്ടത്തില്ലല്ലോ. ഇല്ലല്ലോ, ഫിനാൻസ് ഒന്നും ചോദിക്കുകയില്ലേ? അല്ല, ഇത് ചില ആൾക്കാർ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ ഫോർഡിന്റെ വണ്ടി അങ്ങനെ 1-2 വണ്ടി ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ മന്ത് മുതൽ അവന്മാർ എല്ലാം കട്ടാക്കി കൊടുക്കുന്നില്ലെന്ന് പറയുന്നത്. പക്ഷെ വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ലല്ലോ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ. പക്ഷെ വണ്ടി നീറ്റ് ആയിട്ടുണ്ട്. ഒരു വര പോലും ഇല്ല വണ്ടിക്ക്. പോകില്ലാകുമ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? രജിസ്ട്രേഷൻ ചെയ്തതല്ല. അപ്പം ഇത് തന്നെ 2008 വണ്ടിയാണ്. 8 വണ്ടിയാണ്. ഇത് മെക്കാനിക്കൽ വണ്ടി, എഞ്ചിൻ ഭാഗമൊക്കെ പക്കയാണ്. പിന്നെ ചെറിയ ചെറിയ വർക്കുകളുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പെയിന്റിങ്ങിന്റെ ഷെയ്ഡ് എടുക്കാതെ കിടന്ന് ഉള്ള. പക്ഷെ വണ്ടി ഇന്ത്യയിലെല്ലാം വണ്ടി കുഴപ്പമില്ല. എഞ്ചിൻ സൈഡൊക്കെ ഓക്കെ, വിഷയങ്ങളൊന്നും ഫെയ്ഡ് ആയിട്ട് കിടക്കുന്നത്. കളർ വീണ്ടും ഒന്ന് പോളിഷ് ചെയ്തൊക്കെ മാറും. പിന്നെ ഇതൊക്കെ നമ്മൾ പഠിക്കാനൊക്കെ നേരത്തെ പറഞ്ഞില്ല, ചെറിയ വിലക്ക് ആൾക്കാർക്ക് ഇപ്പൊ 800 ഒന്നും വേണ്ട, ഓൾട്ടോ അങ്ങനെയുള്ള വണ്ടികൾ വേണം പഠിക്കാനൊക്കെ. അപ്പൊ അത് AC വണ്ടി വേണം. അപ്പൊ അതൊക്കെ കൊണ്ട് പഠിക്കാനൊക്കെ നമ്മൾ കൊടുത്തിട്ട് വിലക്ക് തന്നെ കൊടുക്കും. വിലക്ക് കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ എടുക്കും. ഒരു വില കുറച്ച് നമ്മൾ തിരിച്ചെടുക്കും. അങ്ങനെയുള്ള യൂസിനാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. എത്ര രൂപ? ഇത് 90 ചോദ്യം. 90 ചോദ്യം. പഠിക്കാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കാൻ കൊടുക്കണമെങ്കിൽ നമ്മൾ 1 രൂപ അടുപ്പിച്ച് നമ്മൾ വണ്ടി കൊടുക്കും. കൊടുത്തിട്ട് ഒരു 3 മാസം 4 മാസം ഉപയോഗിച്ച് നമ്മൾ 60-70 രൂപയ്ക്ക് വണ്ടി തിരിച്ച് നമ്മൾ എടുക്കും. അതൊരു പത്രം നമ്മൾ എഴുതും, 200 പത്രം നമ്മൾ എഴുതും. അവര് പേരോട് വേണ്ടി ആക്കി കൊടുക്കുള്ളൂ. കൊടുത്തിട്ട് നമ്മളത് നമ്മൾ തിരിച്ച് തരുമ്പോഴും നമ്മൾ തരുന്ന കണ്ടീഷൻ കൊണ്ട് തിരിച്ചു തരണം. ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതാണ് അവരുടെ പേര് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ആസ്കിംഗ് പ്രൈസ് 90 രൂപയാണ്. തിരിച്ച് നമ്മൾ 10-30 കുറച്ച് തിരിച്ച് എടുക്കാം. അപ്പൊ എടുക്കുന്ന 2 മാസം 3 മാസം വണ്ടി റെന്റ് എടുക്കണമെങ്കിൽ ഇതിനൊക്കെ പൈസ ആവുമല്ലോ. പിന്നെ അവർക്ക് ഭയങ്കര ഉപയോഗമാണ്. ഇത് വീഡിയോയിൽ പറയുന്നത് ആ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തന്നെയാണ്. അപ്പൊ അടുത്തൊരു സ്വിഫ്റ്റ് ഡിസയർ. ഇത് പെട്രോളാണ്. 2010 വണ്ടിയാണ്. ഇത് ടെസ്റ്റ് മുടങ്ങി കിടക്കുകയാണ്. ഇത് ഏതാണ് മോഡൽ? ഏതാണ്? 2010. ഏതാണ്? LX ആണ്. ഇത് VX. VX 4 ഡോർ പവർ വിൻഡോ ഒക്കെ ചെയ്തതാണല്ലേ? VX 4 ഡോർ പവർ വിൻഡോ വരുന്ന മോഡലാണ്. അപ്പം അത് ഇളവിയിരിക്കുന്നത്. അപ്പം ശകമെല്ലാം വണ്ടി ആയതുകൊണ്ട് ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ടെസ്റ്റ് ചെയ്ത് ടാക്സും ഇൻഷുറൻസും എടുത്ത് നമ്മൾ അത്യാവശ്യം ചെറിയ പണിയൊക്കെ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കും. 5 വർഷം പേപ്പറായി കൊടുക്കും. എത്ര രൂപ? ഇത് 1.70. ടെസ്റ്റ് ചെയ്ത് അവര് പേരിലോട്ട് ആക്കി കൊടുക്കുന്ന പൈസ ആണ് ചോദിക്കുന്നത്. 1.70. ഈ കണ്ടീഷൻ അല്ല, പുതിയ ടാക്സ്, ഇൻഷുറൻസ്, പേര് മാറി, ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റിന്റെ ഫീ, അതിന്റെ ഫൈൻ ഉണ്ടെങ്കിൽ അത് എല്ലാം ചെയ്താണ് പറയുന്നത്. അവരെ പേരിലോട്ട് 5 വർഷം പേപ്പറാക്കി കൊടുക്കുന്ന പ്രൈസ് ആണ് 1.70 പറയുന്നത്. മെക്കാനിക്കൽ വിഷയമൊന്നുമില്ല. നമ്മള് കാര്യമില്ല. ടെസ്റ്റ് മുടങ്ങി പോയി എന്നൊരിതല്ലേ? ടെസ്റ്റ് മുടക്കും. അടുത്തൊരു ഇയോൺ അല്ലേ? ഇത് 2012 മോഡലാണ്. 12 മോഡലാണ്. ഇതും 1 മേൽ വണ്ടി ഓടിയിട്ടുണ്ട്. 1 മുകളിൽ ഓടിയിട്ടുണ്ട്. ഇത് ബേസ് ആണ്. ഒന്നും മരുന്ന് ബേസ് മോഡലാണ്. സ്റ്റീരിയോ മാത്രം വെച്ചിട്ടുണ്ടല്ലോ. സ്റ്റീരിയോ മാത്രം അഡീഷൻ വെച്ചേക്കുന്നത്. ഇന്റീരിയർ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. വെളിയിൽ നിന്നാണ് ലാഭം കൊള്ളാം കേട്ടോ. 2012 മോഡലാണ്. 12 മോഡൽ. ഇത് ആസ്കിംഗ് പ്രൈസ് 1.15 ഉള്ളൂ. 1.15. നമ്മൾ ചെറിയ ചെറിയ ഫോൾട്ട് ഉള്ളപ്പോൾ നമ്മൾ അത്രയും പൈസ കുറച്ചാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? വണ്ടി കൊള്ളാമല്ല. വണ്ടി കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലിക്ക്, ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാവുന്ന വിഷയമൊന്നുമില്ല. മെക്കാനിക്കൽ വണ്ടി അടിപൊളിയാണ്. ഞാൻ ചെറിയ ചെറിയ വർക്കുകളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പൈസ കുറച്ച് കൊടുക്കുന്നത്. ഇതിന്റെ ഓണർഷിപ്പ് എത്രയാണോ? ഇത് ഓണർഷിപ്പ് 3 ഓണർഷിപ്പായി. 4ാമത്തെ ഓണർഷിപ്പ്. 2017 12 മാസം വണ്ടിയാണ്. 12 മാസം വണ്ടിയാണ്. ഏകദേശം മാറിയില്ല, 13 അടുപ്പിച്ചാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 62,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 62,000 കിലോ. ഇത് ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. 30,000 ക്ലെയിം ചെയ്തിട്ടുണ്ട് വണ്ടി. 30,000 ക്ലെയിം ചെയ്തിട്ടുണ്ട്. പറഞ്ഞു തന്നെ ചെയ്യുന്നത്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഒരെണ്ണം പോലും പുറത്തില്ല. എല്ലാം
കമ്പനി സർവീസാണ്. കമ്പനി സർവീസ്. അവിടെ ഒരു തട്ടുണ്ടല്ലേ? ഇവിടെ ചെറിയ ഇവിടുത്തെ ഫെൻഡറും ബോണറ്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓ, അപ്പോൾ എത്ര രൂപ വണ്ടി വില? ഇത് 240 ചോദ്യം. 240. 17-12 മാസം. 17-12 മാസം. വേറെ അവിടെ അടിപിടിയൊന്നും ഇല്ല, സൗണ്ട് അങ്ങനെ വേറെ ഒരു കംപ്ലൈന്റും ഇല്ല. ഞാൻ പറഞ്ഞു ഇത് ക്ലൈമിലുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ടയർ കാര്യങ്ങളെല്ലാം ബാക്കിയെല്ലാം ഉണ്ട്. ടയർ ഭാഗങ്ങൾ ബാക്കിയെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ. പറയാനുള്ള പറഞ്ഞു. പിന്നെ മോഹവിലയാണ്. വില ഇത് 99 മോഡൽ വണ്ടിയാണ്. 99. ഇത് ആർമി വണ്ടിയാണല്ലോ. ഇത് ഒറിജിനൽ ആർമിയാണ്. ഒറിജിനൽ ആർമി നമ്മൾ പർച്ചേസ് ചെയ്താണ്. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി ഇപ്പൊ നിൽക്കുന്നത് 2017 വണ്ടി റീ ചെയ്ത വണ്ടിയാണ്. അതായത് ആർമിന്ന് നമ്മൾ ഒറിജിനൽ ആർമിന്ന് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് 2017 റീ ചെയ്ത വണ്ടിയാണ്. കേരള ആക്കി. എന്റെ പൊന്നേ, അടിപൊളി. അപ്പൊ 4x4 ആണ്. 4x4 ആണ്. അടിപൊളി. സ്റ്റോക്ക് മോഡൽ തന്നെ ഇട്ടേക്കുന്നത്. വേറെ ഓവർ ആയിട്ടുള്ള ഓൾമോഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാര്യം പെറ്റിയും കാര്യങ്ങളൊക്കെ അറിയാലോ. അറിയാം. ആ ടയർ മാത്രമാണ് ഒന്ന് ടയർ മാറി. പിന്നെ അത്യാവശ്യം വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര വാങ്ങുന്നുണ്ടോ വണ്ടി? ഇത് 3.2 ചോദ്യം. 3.5 ചോദിക്കുന്നു. ബാക്കി നെഗോഷ്യബിൾ ആണല്ലേ? ചെറിയ രീതിയിൽ മാറി കൊടുക്കും. പക്ഷെ കൊള്ളാം കേട്ടോ. ഈ കടയ്ക്ക് ഐശ്വര്യമായിട്ട് ഇതാണ് കിടക്കുന്നത്. ആൾക്കാരെ കണ്ണിൽ പെട്ടെന്ന് പിടിക്കുന്ന വണ്ടിയാണിത്. ഇതാണ് 2013 പോളോ. പെട്രോളാണ്. പോളോ ആണല്ലേ? ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. കണ്ട ഒരു രക്ഷയില്ല. 130 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ഫുൾ കമ്പനി തന്നെ സർവീസ്. സിംഗിൾ വർക്ക് പോലും പുറത്ത് ചെയ്തിട്ടില്ല. ഒരു രക്ഷയില്ല. കേരളം ഇന്ത്യയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടേക്കാൻ. സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാം ചെയ്ത് എടുക്കുന്ന ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ബ്ലാക്ക് അടിച്ചിട്ടേക്കണം. ബ്ലാക്കും നല്ലോണം വർക്ക് എടുത്തിട്ടുണ്ട്. അതെ. നമ്മളെ മോഡൽ ഏതായിരുന്നു? ഇത് 2013 മോഡലായിരുന്നു. 13 സെക്കൻഡ് ഓണർഷിപ്പ്. ഫുൾ കമ്പനി ഹിസ്റ്ററി. സെക്കൻഡ് ഓണർ. ഫുൾ കമ്പനി ഹിസ്റ്ററി. എത്ര രൂപ വണ്ടി? ഇത് പാർക്ക് ആൻഡ് സെയിലിന് പാർട്ടി തന്നേക്കുന്ന വണ്ടിയാണ്. ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തുള്ള കസ്റ്റമർ പുള്ളിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 3.5 ലക്ഷം പുള്ളി ചോദിക്കുന്നത്. 3.5 ചോദ്യം. പിന്നെ നെഗോഷ്യബിൾ ആണ്. വന്ന് കണ്ട കുറച്ച് വില നോർമൽ വില കൂടുതലാണ്. ഈ വണ്ടിക്ക് പെട്രോൾ വണ്ടിക്ക് ചോദ്യം കുറച്ച് കൂടുതലാണ്. പക്ഷെ പാർക്ക് ആൻഡ് സെയിലാണ് പുള്ളിക്കാരൻ ചോദിക്കുന്ന റേറ്റ് അതാണ്. പിന്നെ നമുക്കത് കണ്ട നമുക്ക് ചെയ്തു കൊടുക്കാം. എന്തെങ്കിലും വന്ന് മനസ്സിലായി. വണ്ടിയുടെ ക്വാളിറ്റി കാര്യം. പക്ഷെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അത്ര ക്ലാരിറ്റി ഉണ്ട്. ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നൊരു പക്ക ക്ലിയർ കട്ട് വണ്ടിയാണ്. ഒന്ന് ഓടിച്ച് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓടിച്ച് നോക്കാം. എന്നൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നെഗോഷ്യബിൾ ആണ്. ചെറിയ മാറ്റി കൊടുക്കാം. കുഴപ്പമില്ല. മാറ്റി കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തത് റെഡിഗോ. ഇത് റെഡിഗോ. ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർ. 1,04,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കുഴപ്പമില്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ട് വണ്ടി നീറ്റാണ്. കുഴപ്പമൊന്നുമില്ല. റെഡിഗോ അതിൻ്റെതായ വണ്ടിയുടെ 2 ഡോർ പവർ വിൻഡോ വരുന്ന മോഡലാണ്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല നീറ്റാണ് വണ്ടി. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും. 18 മോഡലേ. 18 മോഡലിന്റെ അല്ല, ചില മോഡലുകൾ ചെയ്യുന്നില്ല. അതാണ് വിഷയം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. ഇത് ചോദ്യം 1.65. ബാക്കി നോക്കണേ. പിന്നെ സിവിൽ ഉണ്ടെങ്കിൽ അനുസരിച്ച് നോക്കാം. ചിലപ്പം കിട്ടാലോ പറയാൻ പറ്റത്തില്ല. മനസ്സിലായി. അടുത്ത ഒരു ചുവന്ന വണ്ടിയിൽ അത് ഇയോൺ ആണ്. 2017 7-ാം മാസം എന്താണ്. അത് 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടി കൊള്ളാം. മേജർ ആക്സിഡന്റ് കാര്യം ഒന്നുമില്ല. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പെയിന്റ് കയറിയിട്ടുണ്ട്. വണ്ടി പെയിന്റ് അടിച്ചിട്ടുണ്ടോ? പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലോ. അതും എന്നാലും നീറ്റാണ് സംഭവം. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വണ്ടിയുടെ മോഡൽ ഏതായിരുന്നു? ഇത് 17 സെക്കൻഡ് വേരിയന്റ്. സെക്കൻഡ് അല്ലേ ഓണർ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് വേരിയന്റ്. നമ്മളെ വണ്ടി എത്ര രൂപ വരാം? ഇത് ചോദിക്കുന്ന 2.35. ഇൻഷുറൻസ് ഇല്ല. എടുത്ത് കൊടുക്കും. പുതിയത് ഇൻഷുറൻസ് എടുത്ത് 2.35. കൊള്ളാം കേട്ടോ. വണ്ടി പെയിന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ടുണ്ട്. ടയറും എല്ലാം 80% എല്ലാം 19% മേലുണ്ട്. ഇത് 2012 10-ാം മാസം. 10-ാം മാസം. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിളാണ്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. അകവും വൃത്തിയുണ്ട്. അത്യാവശ്യം വൃത്തിയുണ്ട്. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ ഉപയോഗിച്ചതിന്റെ ക്വാളിറ്റി ഉണ്ട്. എന്തായാലും പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലോ. പെയിന്റ് ഫുൾ പെയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് എത്ര ഓടി? 1.37 ചോദ്യം. 1.37. ഇത് ഓടിയത് 1.45. 1.45 ഓടിയിട്ടുണ്ട്. വണ്ടി വില 1.37. 2012 10-ാം മാസം. 1.37 ചോദിക്കുന്നുണ്ട്. 1.37 ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതിയിൽ. പേപ്പർ ഭാഗങ്ങളെല്ലാം കറണ്ടാണല്ലോ. ഇൻഷുറൻസ് കിടപ്പുണ്ടല്ലോ. എല്ലാം ഉണ്ട്. കറണ്ടാണ്. പേപ്പർ ഭാഗങ്ങളെല്ലാം നിലവിലെല്ലാം ഉണ്ട്. കറണ്ടാണ്.
അടുത്തൊരു വാഗനാർ 2018 VXI ആണ്. VXI ഫുൾ ഓപ്ഷൻ ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓർഡർ എത്രയാണ് അതിന്റെ? ഇത് സിംഗിൾ ഓണർ വണ്ടി. 74,000 കിലോമീറ്റർ. 74,000 കിലോമീറ്റർ. വണ്ടി നീറ്റ് ആണ്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ ബാക്ക് വൈപ്പറൊക്കെ ടോപ്പ്. അന്ന് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ടയർ ഉണ്ടല്ലോ, പുത്തനാണ്. ടയർ എല്ലാം ഉണ്ട്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 74 ഓടിയിട്ടുണ്ട്. ഇത് ഫിനാൻസ് ആണോ? ഫിനാൻസ് അല്ല, ഇതൊക്കെ ഒരു 3 ലക്ഷം രൂപയ്ക്ക് മേലെ ഫിനാൻസ് ഫിനാൻസ്. വണ്ടി എത്ര ചോദിക്കുന്നു? 390 ചോദിക്കുന്നുണ്ട്. 2018 മോഡലാണ്. കൊള്ളാല്ലേ? ഇപ്പോഴത്തെ ഈ മോഡൽ തന്നെ കാണാൻ ലുക്കില്ല. നല്ല രസമുണ്ട്. മറ്റേ കുറച്ച് ഹൈറ്റ് ആണ്. അപ്പം അടുത്ത i20. 2015 മോഡലാണ്. ഏതാണ് വണ്ടി? ഇത് i20 ആസ്റ്റ. അതായത് അലോയ് വീലൊക്കെ വരുന്ന മോഡൽ. ഫുൾ ഓപ്ഷൻ വണ്ടി. ലോക്കാണല്ലേ? ലോക്കണോ? ചെറുത് ഓട്ടോ ലോക്കം ആവും ഓപ്പൺ ചെയ്തിട്ടാലും. മനസ്സിലായി. എത്ര ചോദിക്കുന്നുണ്ടോ വണ്ടി വില? ഇത് 385 ചോദിക്കുന്നു. 385. 1.25 ഓടി. 1.25 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. ഫുൾ കമ്പനി സർവീസ്. ഓണർ 3 ഓണർ. വണ്ടിയൊക്കെ നീറ്റാണ്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. പക്കായിട്ട് കിടക്കുന്നു. ഒരു ചെറിയ സൗണ്ട് പോലും വണ്ടിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇല്ല. അത്ര നീറ്റായിട്ട് ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. 1.17 വരെ എന്തോ കമ്പനി ഹിസ്റ്ററിയിൽ ഇതുണ്ട്. 1.17 1.7 അന്ന് ഉച്ചയ്ക്ക് 500 വർഷം നോക്കിയതിന്റെ ഓർമ്മയിൽ 1.17 അതുവരെ ഹിസ്റ്ററി ഉണ്ടല്ലോ. മേജർ കറക്റ്റ് പീരിയോഡിക് സർവീസ് ആണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതിന്റെ പുത്തൻ വണ്ടി എടുക്കുന്നതിന്റെ ഇളവ് പോലും പോയിട്ടില്ല. ഇത് 2014 മോഡലാണ്. 14 ഫോർഡ് ഫിയസ്റ്റ. ഇത് 3 ഓണർഷിപ്പായി. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 2 ടൈമിംഗ് 90,000 ടൈമിംഗ് ബില്ലെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ചക്ടർ ഇപ്പൊ മാറി. സൗണ്ട് ഉണ്ടായിരുന്നു, അത് 2 മാറി. 2 പുതിയത് അടിച്ചിട്ടേക്കുന്നത്. ഇതിന് വരുന്ന ആളുടെ കംപ്ലൈന്റ് അതാണ് പറഞ്ഞത്. ഡീസൽ അല്ലേ? ഇത് ഡീസൽ. 1.27 ഓടിയിട്ടുണ്ടല്ലേ? 1.27 ഓടിയിട്ടുണ്ട്. പക്ഷെ വണ്ടി എല്ലാം 95 മേജർ സർവീസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇരുട്ടായോണ്ടാണ് കാണിക്കാത്ത. എത്ര ചോദിക്കുന്നു വണ്ടി? ഇത് 1.42 ചോദ്യം. 2014 മോഡലാണ്. മോഡൽ കൂടുതലാണ്. മോഡലുണ്ട്. ഫിനാൻസ് 1 ലക്ഷം വരെ കൊടുക്കുമെങ്കിൽ കിട്ടും. പക്ഷെ ഇത് ഈ നിർത്തിയ മോഡലായതുകൊണ്ട് കിട്ടാൻ പാടാണ്. അതാണ് മെയിൻ പ്രശ്നം. പക്ഷേ ഞാൻ എടുത്ത സമയത്ത് ഫിനാൻസ് ഞാൻ ക്ലോസ് ചെയ്തെടുത്തത്. 1.10 ഫിനാൻസ് വണ്ടിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫിനാൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത്. NOC എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇനി കിട്ടൂലെന്ന് കാര്യം കഴിഞ്ഞ ഞാൻ പറഞ്ഞു. റീസെന്റ് ആയിട്ട് അവന്മാര് വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. എല്ലാം മാറി. ഓക്കെ. അടുത്ത മമ്മൂക്കയുടെ വണ്ടിയാ 369. എല്ലാം ചെയ്തിട്ടേ. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. അന്നത്തെ ഒരു ഗ്രാഫിക്സ് വരുന്ന മോഡൽ. അടിപൊളി. കൊള്ളാല്ലേ? ഇതിനെന്ത് മൈലേജ് കിട്ടും? 20 മേളില്. 20 മുകളിൽ കിട്ടും. 20-25 അടുപ്പിച്ച് കിട്ടും. ഇത് ഏത് മോഡലാണ് വണ്ടി? 11 8 മാസം എന്താണ് ടെസ്റ്റ് ആവാറായി. എത്ര ചോദിക്കുന്നുണ്ടോ വണ്ടി വില? ഇത് 77. പക്ഷെ ടയർ എല്ലാം ചെയ്ത് ടയർ ഉണ്ട് കേട്ടോ. ബാക്ക് കുറവാണ്. 80% താഴെ ഉള്ളൂ. ഫ്രണ്ടുണ്ട്. ഇത് സിംഗിൾ ഓണറാണ്. കസ്റ്റമർ എടുത്ത് എനിക്ക് തോന്നുന്നു 15,000 രൂപയ്ക്ക് നമ്പറിന് മാത്രം കൊടുത്തു അന്ന്. അതിന് ബില്ലെല്ലാം ഇരിപ്പുണ്ട്. അതെല്ലാം നമ്പറിന് മാത്രം 369 ആയതുകൊണ്ട് ആ നമ്പറിന് മാത്രം ഫുൾ കമ്പനി സർവീസ് ആണ്. 90 സംതിങ് ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. കൊള്ളാൻ വേണ്ടി നല്ല ലുക്കാണ്. നല്ല പണി കൊണ്ടുവന്നിട്ടുണ്ട്. ടെസ്റ്റ് സമയത്തൊന്ന് പെയിന്റ് ഒക്കെ അടിച്ച് അടിപൊളിയാവും. നല്ല കളർ.